അഹമ്മദാബാദ് എത്തിയതിന് ശേഷം ഞാൻ പോയ രണ്ടാമത്തെ സോളോ ട്രിപ്പും ആദ്യത്തെ രാജസ്ഥാനി ട്രിപ്പുമായിരുന്നു ഉദയ്പൂർ സിറ്റി എന്ന് പറയുന്നത്. ഉദയ്പൂർ സിറ്റിയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസാണ് സിറ്റി പാലസ് എന്ന് പറയുന്ന ഒരു പാലസ്. ഈ പാലസ് നമ്മുടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മഹാറാണ പ്രതാപ് സിംഗ്. മഹാറാണ പ്രതാപ് സിംഗ് ഒക്കെ നമ്മൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ 10th സ്റ്റാൻഡേർഡ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ പബ്ലിക് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് ഇത് വിട്ടിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം അതാണ് നമ്മളെ ഇവിടേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എൻ്റെയൊക്കെ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഈ ആർട്ട്, അതേപോലെ ആർക്കിടെക്ചേഴ്സ് എന്ന് പറയുന്ന എൻ്റെ ഒരു ദ്വര എന്ന് പറയുന്നത്, അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ദ്വര എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അതാണ് എൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ ആർട്ട് ഫോംസസ് ലൈക്ക് പെയിൻറ്റിങ്സ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡിഫറെൻറ്റ് വൈബാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സിറ്റി പാലസിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഉദയ്പൂർ സിറ്റി എന്ന് നമുക്ക് കാണാം. ഈ ഇടയായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നീ ഒറ്റയ്ക്ക് ഈ യാത്രകളൊക്കെ നടത്താറ്, അതിൻ്റെ ഭാഷ അറിയാതെ അതേപോലെ സ്ഥലം അറിയാതെ ഈ യാത്രകൾ നടത്തുന്നത് എങ്ങനെയെന്നുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ കൂടുതൽ കേസിലും ഞാൻ എൻ്റെ ഗൂഗിൾ മാപ്പാണ് എൻ്റെ നാവിഗേറ്റർ. ഭാഷയുടെ കേസ് പറയുകയാണെങ്കിൽ ശരിക്കും പറയാമല്ലോ, എനിക്ക് ഹിന്ദി വലിയ ധാരണ ഇല്ലാത്തൊരു ഭാഷയാണ്. കുറച്ചറിയുന്നത് എനിക്ക് ഇംഗ്ലീഷാണ്. പക്ഷേ ഇംഗ്ലീഷ് അറിയുമെന്ന് വിചാരിച്ചാൽ സായിപ്പിനെ പോലെ ഇംഗ്ലീഷ് അറിയുന്നല്ലേ, കുറച്ചൊക്കെ അവിടെയും ഇവിടെ അറിയാം. പിന്നെ ആംഗ്യ ഭാഷ, ബാക്കിയെല്ലാം കോൺഫിഡൻസ്, അത്ര തന്നെ ഉള്ളൂ ഒരു സോളോ ട്രിപ്പിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ഒന്ന്